നിസ്തുലനായ ദൈവത്തിൻ്റെ നാമത്തിൽ വീണ്ടും ഒരു പ്രാവശ്യം കൊണ്ട് നിങ്ങളെല്ലാവരെയും ഈ ഹോപ്പ് ചാനൽ സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നാം 4-ാമത്തെ കൽപ്പനയെക്കുറിച്ചാണ് പഠിക്കുവാൻ പോകുന്നത്. അതിനു മുൻപായിട്ട് നമുക്ക് നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ വാഴ്ത്തപ്പെട്ട ദൈവമേ, അവിടുത്തെ പൊന്നുനാമത്തിന് മഹത്വം ചെയ്യുന്നു. ഈ ഒരു അവസരം കൂടി ഞങ്ങൾക്ക് തന്നു തിരുവചനം ധ്യാനിപ്പാൻ പഠിപ്പാൻ. അവിടുത്തെ കൃപാടികളോട് കൂടിയിരിക്കണം, അവിടുത്തെ സാന്നിധ്യം ഞങ്ങളോട് ഇരിക്കണം. യേശുവിൽ കൂടി താഴ്മയോടെ യാചിക്കുമ്പോൾ കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സീനായി മലയിൽ വച്ച് ദൈവം തൻ്റെ 10 കൽപ്പനയെ മോശയിലൂടെ കൊടുത്തു. അത് ഇസ്രായേൽ മക്കളുടെ ഇടയിൽ വളരെ പ്രാവർത്തികമായിട്ട് അത് അനുസരിപ്പാനൊക്കെയാണ് അത് കൊടുത്തത്. കാരണം അവരുടെ നന്മയ്ക്ക്, സമൂഹത്തിൻ്റെ നന്മയ്ക്കുമായിട്ട് ദൈവം കൊടുത്തതാകുന്നു. ആയതുപോലെ ദൈവത്തെ മാനിക്കുന്നതിന് വേണ്ടിയാണ് അവർ കൊടുത്തത്. അതിനെക്കുറിച്ച് നാം പഠിക്കുകയുണ്ടായി. ഒന്നാമതായിട്ട്, ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിനക്കുണ്ടാകരുത്, ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്, ദൈവത്തിൻ്റെ നാമം വൃഥാ എടുക്കരുത് എന്നീ പറയപ്പെട്ടതായ 1, 2, 3 കൽപ്പനകൾ കൊടുത്തു. ആയതുപോലെ തന്നെ 4-ാമത്തെ കൽപ്പനയെക്കുറിച്ചാണ് ഇന്ന് നാം പഠിക്കുവാൻ പോകുന്നത്. എന്താണ് 4-ാമത്തെ കൽപ്പന അനുശാസിക്കുന്നത്? ശബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്ക, 6 ദിവസം അധ്വാനിച്ചിൻ്റെ വേലയൊക്കെയും ചെയ്യുക. 7-ാം ദിവസം ദൈവമായ യഹോവയുടെ ശബത്താകുന്നു. അന്ന് നീയും നിൻ്റെ പുത്രനും പുത്രിയും നിൻ്റെ വേലക്കാരനും വേലക്കാരത്തിയും നിൻ്റെ കന്നുകാലികളും നിൻ്റെ പടിവാതിൽക്കത്തുള്ള പരദേശിയും ഒരു വേലയും ചെയ്യരുത്. 6 ദിവസം കൊണ്ട് യഹോവ ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ളതൊക്കെയും ഉണ്ടാക്കി. 7-ാം ദിവസം സ്വസ്ഥമായിരുന്നു. അതുകൊണ്ട് യഹോവ ശബത്ത് നാളിനെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചിരിക്കുന്നു. അതേ പുറപ്പാട് പുസ്തകം 20-ാമത്തെ അധ്യായത്തിൽ 8 മുതൽ 11 വരെയുള്ളതായ വാക്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ വായിച്ച് കേൾപ്പിച്ചത്. ശബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്ക എന്ന് ദൈവം പറഞ്ഞു. എന്തുകൊണ്ട് ഈ ശബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്ക എന്ന് പറഞ്ഞു? സങ്കീർത്തനക്കാരൻ പറയുമ്പോൾ 111 4-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. അവൻ തൻ്റെ അത്ഭുതങ്ങൾക്ക് ഒരു ജ്ഞാപകം ഉണ്ടാക്കിയിരിക്കുന്നു. യഹോവ കൃപയും കരുണയും ഉള്ളവൻ തന്നെ. അതേ, ശബത്ത് തൻ്റെ സൃഷ്ടിയുടെ ഒരു ജ്ഞാപകമായിട്ടാണ് ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തത്. എന്തിനെക്കുറിച്ചാണ്? തൻ്റെ സൃഷ്ടി. 6 ദിവസവും ദൈവം എന്ത് ചെയ്തു? 6 ദിവസം കൊണ്ട് ദൈവം ആകാശവും ഭൂമിയും സർവ്വചരാചരങ്ങളും സൃഷ്ടിച്ചു എന്നുള്ളതിൻ്റെ ഒരു ജ്ഞാപകം അല്ലെങ്കിൽ ഓർമ്മയ്ക്കായിട്ട്. അതേ പുറപ്പാട് പുസ്തകം 31 16 17 വാക്യങ്ങൾ ഞാൻ ഇപ്രകാരം വായിക്കുന്നു. ആകയാൽ ഇസ്രായേൽ മക്കൾ തലമുറയായി ശബത്തിനെ നിത്യ നിയമമായിട്ട് ആചരിക്കേണ്ടതിന് ശബത്തിനെ പ്രമാണിക്കണം എന്നും എനിക്ക് ഇസ്രായേൽ മക്കൾക്ക് മധ്യേ എന്നേക്കുമുള്ള ഒരു അടയാളം ആകുന്നു. 6 ദിവസം കൊണ്ടല്ലോ യഹോവ ആകാശവും ഭൂമിയും ഉണ്ടാക്കിയത്. 7-ാം ദിവസം അവൻ സ്വസ്ഥമായിരുന്നു, വിശ്രമിച്ചു എന്ന് തിരുവചനം നമ്മോട് അനുശാസിക്കുന്നു. അത് ഞാനും നിങ്ങളുമായിട്ടുള്ള അല്ലെങ്കിൽ ദൈവവും മനുഷ്യനുമായുള്ള ഒരു ഉടമ്പടിയാണ്, ഉടമ്പടിയുടെ അടയാളമാണ് എന്ന് എസെക്കിയേൽ പ്രവാചകൻ പറയുകയാണ്. എസെക്കിയേൽ പ്രവാചകൻ 20-ാമത്തെ അധ്യായത്തിൽ 12-ാമത്തെ വാക്യവും 20-ാമത്തെ വാക്യവും പറയുന്നതായിട്ട് നമുക്ക് ചിന്തിക്കാം. ഞാൻ അവരെ വിശുദ്ധീകരിക്കുന്ന യഹോവ എന്ന് അവർ അറിയേണ്ടതിന് എനിക്കും അവർക്കും ഇടയിൽ അടയാളമായിരിക്കാൻ തക്കവണ്ണം എൻ്റെ ശബത്തുകളെയും ഞാൻ അവർക്ക് കൊടുത്തു. എൻ്റെ ശബത്തുകളെ വിശദീകരിപ്പീൻ, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവ എനിക്കും നിങ്ങൾക്കും ഇടയിൽ അടയാളമായിരിക്കട്ടെ എന്ന് കൽപ്പിച്ചു. അപ്പോൾ അത് ഒരു അടയാളമായിട്ടാണ്. എന്തിൻ്റെ? സൃഷ്ടിയുടെ സ്മാരകമാണ്. ദൈവം എൻ്റെ സൃഷ്ടാവാണ്. അവനും ഞാനും തമ്മിലുള്ളതായ ദൈവവും നാമുമായുള്ള ബന്ധത്തിൻ്റെ ഒരു അടയാളമായി സൃഷ്ടിയും സൃഷ്ടാവും എന്നുള്ള ബന്ധം ചൂണ്ടിക്കാണിക്കുന്ന ഒരു അടയാളമായിട്ടാണ് അത് കൊടുത്തത്. അതിനെക്കുറിച്ച് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത് എന്താണ്? വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 2-27 28 വാക്യങ്ങൾ വായിക്കുന്നത്. പിന്നെ അവൻ അവരോട്, മനുഷ്യൻ ശബത്ത് നിമിത്തമല്ല, ശബത്ത് മനുഷ്യൻ നിമിത്തം അത്രേ ഉണ്ടായത്. അങ്ങനെ മനുഷ്യപുത്രൻ ശബത്തിനും കർത്താവാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ശബത്തിൻ്റെയും കർത്താവ് ആരാകുന്നു? മറ്റാരുമല്ല, യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവാണ് നമ്മുടെ സൃഷ്ടാവ്. യേശു ക്രിസ്തുവാണ് നമ്മെ നിയമിച്ചവൻ. അതെ, ആദ്യ ഘട്ടമായ അതേ ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ 2-ാമത്തെ അധ്യായത്തിൽ പറയുന്ന നമുക്ക് ഈ ശബത്തിനെക്കുറിച്ച് സംസാരിക്കുന്നതായിട്ട് വായിക്കുവാനൊക്കെ കൊണ്ട് സാധിക്കും. അതായത് സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇങ്ങനെ ആകാശവും ഭൂമിയും, ഉൽപ്പത്തി 2:1 മുതൽ ഞാൻ വായിക്കുകയാണ്. ഇങ്ങനെ ആകാശവും ഭൂമിയും അവയിലുള്ള സരാചരങ്ങളൊക്കെയും താൻ ചെയ്ത പ്രവൃത്തി ഒക്കെയും ദൈവം തീർത്ത ശേഷം
താൻ തൻ്റെ സകല പ്രവൃത്തിയിൽ നിന്നും ഏഴാം ദിവസം നിവൃത്തനായി താൻ ചെയ്ത പ്രവൃത്തിയൊക്കെയും ദൈവം തീർച്ച ശേഷം തൻ്റെ സകല പ്രവൃത്തി നിവൃത്തനായതുകൊണ്ട് എന്ത് ചെയ്തു? ആ ദിവസത്തെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചു എന്ന് നാം തിരുവചനത്തിൽ നിന്ന് വായിക്കുകയാണ്. അപ്പോൾ ആ ദൈവം, സൃഷ്ടാവായ ദൈവം, സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ ശബത്ത് മനുഷ്യന് അനുസരിപ്പാണ്ടക്കവണ്ണം കൽപ്പിച്ച് കൊടുത്തതാണ്. അതെ, പിന്നീടുള്ളതായ കാലത്തും നാം വായിക്കുന്നുണ്ട്. അബ്രഹാമിനെ കുറിച്ച് പറയുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 26:4 നാം ഇപ്രകാരം വായിക്കുന്നു: അബ്രഹാം തൻ്റെ വാക്ക് കേട്ടു, എൻ്റെ നിയോഗവും കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണങ്ങളും ആചരിച്ചു എന്ന്. അപ്പോൾ കണിശമായിട്ടും അബ്രഹാം ദൈവത്തിൻ്റെ ശബത്ത് അനുസരിച്ചിരിക്കണം എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അത് ശബത്ത് മാത്രമായിട്ട് എടുത്തു പറയുന്ന ഒരു പ്രവണത ഇവിടെ കാണുന്നില്ല എങ്കിലും താൻ കൽപ്പനയും ചട്ടങ്ങളും അനുസരിച്ചതുകൊണ്ട് കണിശമായിട്ടും അത് അവൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിരുന്നിരിക്കണം എന്ന് നമുക്ക് കരുതാം. ഇന്ന് അടുത്തതായിട്ട് എനിക്ക് പറയുവാനുള്ളത്, അതായത് ശബത്തിനെക്കുറിച്ചുള്ള ഒരു അത്ഭുതം. അതായത് നമുക്കറിയാം, ദൈവത്തിൻ്റെ 10 കൽപ്പന കൊടുത്തത്, അതിനെ രേഖപ്പെടുത്തിയിരിക്കുന്നത് പുറപ്പാട് പുസ്തകം 20-ാമത്തെ അധ്യായത്തിലാണ്. അവിടെയാണ് ദൈവം സീനായ് മലയിൽ വെച്ച് എല്ലാവരും കാണുക, അത് വളരെ പ്രകൃതിപരമായിട്ട്, പ്രകൃതിയിൽ വളരെയധികം ചിത്രീകരിപ്പാൻ തക്കവണ്ണമുള്ള ഒരു കാഴ്ചപ്പാടിൽ അത് കൊടുത്തതായിട്ട് കാണുന്നുണ്ട്. എന്നാൽ അതിനു മുൻപായിട്ട് ശബത്തിൻ്റെ അനുസരണത്തെക്കുറിച്ച് ദൈവം അവരെ പരിശോധിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് പുറപ്പാട് പുസ്തകം 16-ാമത്തെ അധ്യായത്തിലാണ്. അത് 16-ാമത്തെ അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ അവിടെ മോശയോട് ദൈവം പറയുന്നു, അതായത് ഇവർക്ക് ഞാൻ ആഹാരത്തിനായിട്ട് മന്ന കൊടുക്കുന്നു. എന്നാൽ മന്ന കൊടുക്കുമ്പോൾ ആ മന്ന കൊടുക്കുന്ന രീതിയെക്കുറിച്ച് ഇപ്രകാരം പറയുന്നതിനെക്കുറിച്ച് നമുക്കിവിടെ വായിപ്പാൻ തക്കൊണ്ട് സാധിക്കും. പ്രത്യേകിച്ച് 16-ാമത്തെ അധ്യായത്തിൽ ആണ് അത് ഞാൻ തിരുവചനത്തിൽ തന്നെ വായിപ്പാൻ തക്കോണം ആഗ്രഹിക്കുകയാണ്. അതായത് പ്രഭാതകാലത്ത് അപ്പം കൊണ്ട് അവരോട് സംസാരിച്ച് നിങ്ങൾക്ക് വൈകുന്നേരത്തെ മാംസം, ഞാൻ 16-12 വായിക്കുന്നത്, പ്രഭാതകാലത്ത് അപ്പം കൊണ്ട് തൃപ്തരാകും എന്നിങ്ങനെ പറഞ്ഞു. എന്നാൽ അവർ കൊടുക്കുന്ന രീതിയെക്കുറിച്ച് അവിടെ രാവിലെ അവർ എഴുന്നേറ്റ് നോക്കിയപ്പോൾ അവിടെ ചെതുമ്പലിൻ്റെ മാതിരി ഒരു നേരിയ വസ്തു കണ്ടു. അത് കണ്ടാറെ ഇതെന്തെന്ന് അറിയുവാൻ തക്കവണ്ണം മോശയോട് ചോദിക്കുന്നു. ഇത് 15-ാമത്തെ വാക്യം: ഇസ്രായേൽ മക്കൾ അത് കണ്ടാറെ എന്തെന്ന് അറിയായാൽ ഇത് എന്തെന്ന് തമ്മിൽ ചോദിച്ചു. മോശ അവരോട്, ഇത് യഹോവ നിങ്ങൾക്ക് ഭക്ഷിപ്പാൻ തന്നിരിക്കുന്ന ആഹാരം, ഓരോരുത്തരും ഭക്ഷിക്കാവുന്നിടത്തോളം പെറുക്കിക്കൊള്ളുവീൻ, താൻ്റെ കൂടാരത്തിലുള്ളവരുടെ എണ്ണത്തിന് ആളൊന്നിന് ഇടങ്ങഴി വീതം എടുത്തു കൊള്ളണം എന്ന് കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇസ്രായേൽ മക്കൾ അങ്ങനെ ചെയ്തു. ചിലർ ഏറെയും ചിലർ കൂടുതൽ, ചിലർ അറിയാമല്ലോ, ചില സാമർഥ്യമുള്ള ചിലരുണ്ട്, അവർ കൂടുതൽ പെറുക്കി. കുറച്ച് പേരെന്ത് ചെയ്തു? കുറച്ച് പെറുക്കി. എന്നാൽ അവർ ഇടങ്ങഴി കൊണ്ട് അളന്നപ്പോൾ ഏറെ പെറുക്കിയവന് ഏറെയും കുറേ പെറുക്കിയവന് കുറവും കണ്ടില്ല. ഓരോരുത്തരും താന് ഭക്ഷിക്കാവുന്നിടത്തോളം പെറുക്കിയിരുന്നു. എന്നാൽ അത് പിറ്റേ നാളത്തേക്ക് സൂക്ഷിച്ച് വെക്കരുത് എന്ന് മോശ അവരോട് പറഞ്ഞു. അവർ കുറേ പേരത് അനുസരിക്കാതെ എന്ത് ചെയ്തു? അവരത് മാറ്റിവെച്ചു. അത് ക്രമിച്ച് നാറി മോശ അവരോട് കോപിച്ചു. എന്നാൽ എന്നാൽ 6-ാം ദിവസം അവരെന്ത് ചെയ്യണം? 6-ാം ദിവസം അവർ ഇരട്ടി പെറുക്കുവാൻ തക്കവണ്ണം ആവശ്യപ്പെടുന്നു. അവൻ അവരോട്, അത് യഹോവ കൽപ്പിച്ചത് തന്നെ, നാളെ സ്വസ്ഥതയാകുന്നു. യഹോവയ്ക്ക് വിശുദ്ധമായുള്ള ശബത്ത്, ചുടുവാനുള്ളത് ചുടുവീൻ, പാകം ചെയ്യുവീൻ, ശേഷിക്കുന്നൊക്കെയും നാളത്തേക്ക് സൂക്ഷിച്ചു വെൽപ്പീൻ. മോശ കൽപ്പിച്ചതുപോലെ അവർ പിറ്റേ നാളത്തേക്ക് സൂക്ഷിച്ചു വെച്ചു. അത് നാറിപ്പോയില്ല, ക്രമിച്ചതുമില്ല. ഈ സംഭവം നടക്കുന്നത് എന്താണ്? 6-ാമത്തെ ദിവസം അവർ ഇരട്ടി പെറുക്കി. അത് 7-ാമത്തെ ദിവസത്തേക്ക് അവർ വെച്ചിട്ട് അതിനൊരു കുഴപ്പവും സംഭവിച്ചില്ല. എന്നാൽ മുമ്പ് നാം വായിച്ചത് എന്താണ്? ഒരു ദിവസം പെറുക്കി, അത് പിറ്റേ ദിവസം വെക്കുമ്പോൾ അത് ക്രമിച്ച് നാറിപ്പോയിരുന്നു. എന്നാൽ 6-ാം ദിവസം ഇരട്ടി പെറുക്കി, 7-ാം ദിവസം അതിന് ഒന്നും സംഭവിച്ചില്ല. കാരണം അതിന് ശബത്ത് ദിവസമായിരുന്നു. അപ്പോൾ മോശ പറഞ്ഞത്, ഇത് ഇന്ന് ഭക്ഷിപ്പീൻ, ഇന്ന് യഹോവയുടെ ശബത്താകുന്നു, ഇന്ന് അത് വെളിയിൽ കാണുകയില്ല. എന്നാൽ കുറച്ച് സാമർഥ്യമുള്ളവരെന്ത് ചെയ്തു? അവർ 7-ാം ദിവസം ജനത്തിൽ ചിലർ പെറുക്കുവാൻ പോയാറെ കണ്ടില്ല. അപ്പോൾ മോശ പറയുകയാണ്, അപ്പോൾ യഹോവ മോശയോട്, എൻ്റെ കൽപ്പനകളും ന്യായപ്രമാണങ്ങളും പ്രമാണിപ്പാൻ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സില്ലാതിരിക്കും. നോക്കുവീൻ, യഹോവ നിങ്ങൾക്ക് ശബത്ത് തന്നിരിക്കുന്നു. അതുകൊണ്ട് 6-ാം ദിവസം അവൻ നിങ്ങൾക്ക് 2 ദിവസത്തേക്കുള്ള ആഹാരം തരുന്നു. നിങ്ങൾ താങ്കളുടെ സ്ഥലത്ത് ഇരിപ്പീൻ. 7-ാം ദിവസം ആരും തന്നെ സ്ഥലത്തും പുറപ്പെടരുത്.
അങ്ങനെ ജനം 7-ാം ദിവസം സ്വസ്ഥമായിരുന്നു. ഇസ്രായേലിലെ ആ സാധനത്തിന് മന്ന എന്ന് പേരിട്ടു. അപ്പോൾ ഇവിടെ നാം കാണുന്നത് ദൈവം തൻ്റെ കൽപ്പന പലകയിൽ എഴുതി കൊടുക്കുന്നതിന് മുൻപ് തന്നെ ശബത് ആചരിക്കുന്ന കാര്യത്തെക്കുറിച്ച് അവരെ ബോധ്യപ്പെടുത്തിയിരുന്നു. അപ്പോൾ ഒരു അത്ഭുതമായിട്ട് തന്നെ വേണമെങ്കിൽ ഇതിനെക്കുറിച്ച് പറയാൻ തക്കവണ്ണം സാധിക്കും. അന്ന് ആരും പുറപ്പെടരുത്, അന്ന് ദൈവത്തിൻ്റെ ശബതാകുന്നു എന്നുള്ളത് അവരെ ബോധ്യപ്പെടുന്നു. ഇനിയും ഈ സീനായ് മലയ്ക്ക് ശേഷമുള്ള എഴുത്തുകാരെന്ത് പറയുന്നു എന്ന് നമുക്ക് ചിന്തിക്കാം. യെശയ്യാ പ്രവാചകൻ 56-ാം അധ്യായത്തിൽ 2ഉം 6ഉം വാക്യങ്ങൾ ഞാൻ വായിക്കുകയാണ്. ശബദിനെ അശുദ്ധമാക്കാതെ പ്രമാണിച്ച് ദോഷം ചെയ്യാതെ വണ്ണം തൻ്റെ കൈ സൂക്ഷിച്ചും കൊണ്ട് ഇത് ചെയ്യുന്ന മർത്യനും ഇത് മുറുകെ പിടിക്കുന്ന മനുഷ്യനും ഭാഗ്യവാൻ. യഹോവയെ സേവിച്ച് അവൻ്റെ നാമത്തെ സ്നേഹിച്ച് അവൻ്റെ ദാസന്മാരായിരിക്കേണ്ടതിന് യഹോവയോട് ചേർന്ന് അന്യജാതിക്കാരെ ശബദിനെ അശുദ്ധമാക്കാതെ ആചരിക്കുകയും എൻ്റെ നിയമം പ്രമാണിച്ച് നടക്കുകയും ചെയ്യുന്നവരൊക്കെയും തന്നെ. അപ്പോൾ ഇത് യഹൂദന് മാത്രം അല്ലെങ്കിൽ ഇസ്രയേലിന് മാത്രമുള്ളതല്ല. ഇവിടെ ഈ ഭാഗത്ത് യെശയ്യാവ് പറയുമ്പോൾ ചെയ്യുന്ന മർത്യൻ, അതെ, ആർക്കും, എല്ലാവർക്കും, അതുപോലെ തന്നെ അന്യജാതിക്കാർക്കും, യഹോവയോട് ചേരുന്നവർക്കൊക്കെയും ഇത് ബാധകമാണ്. വീണ്ടും യെശയ്യാ പ്രവാചകൻ 58-ാമത്തെ അധ്യായത്തിൽ ഞാൻ വായിക്കുന്നത് 13-14 വാക്യങ്ങളാണ്. നീ എൻ്റെ വിശുദ്ധ ദിവസത്തിൽ നിൻ്റെ കാര്യാദികൾ നോക്കാതെ ശബത്തിൽ നിൻ്റെ കാലടക്കി വെച്ച് ശബദിന് ഒരു സന്തോഷമെന്നും യഹോവയുടെ വിശുദ്ധ ദിവസത്തെ ബഹുമാനയോഗ്യമെന്ന് പറയുകയും നിൻ്റെ വേലയ്ക്ക് പോവുകയോ നിൻ്റെ കാര്യാദികളെ നോക്കിയോ വ്യർത്ഥ സംസാരത്തിൽ നേരം പോക്കുകയോ ചെയ്യാതെ വണ്ണം അതിനെ ബഹുമാനിക്കുകയും ചെയ്യുമെങ്കിൽ നീ യഹോവയിൽ പ്രമോദിക്കും. ഞാൻ നിൻ്റെ ദേശത്തിൽ ഉന്നതങ്ങളിൽ വാഹനമേറ്റി ഓടുമാറാക്കുകയും നിൻ്റെ പിതാവായ യാക്കോബിൻ്റെ അവകാശം കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്യും. യഹോവയുടെ വായല്ലോ അരുളി ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എത്ര വലിയ ഒരു വാഗ്ദത്തമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതേ, ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത്, അതേ, ഓരോ വ്യക്തിയോടും മനുഷ്യനായ നമ്മോട് ഓരോരുത്തരും ആവശ്യപ്പെടുന്നത്, നീ എൻ്റെ വിശുദ്ധ ദിവസത്തിൽ നിൻ്റെ കാര്യാദികൾ നോക്കാതെ ശബത്തിൽ നിൻ്റെ കാലടക്കി വെച്ച് ശബദിന് ഒരു സന്തോഷമെന്ന് യഹോവയുടെ വിശുദ്ധ ദിവസത്തെ ബഹുമാനയോഗ്യമെന്ന് പറയുകയും നിൻ്റെ വേലയ്ക്ക് പോവുകയോ, അതായത് എൻ്റെ വേലയ്ക്ക്, സ്വാർത്ഥപരമായ ചിന്താഗതി, നിൻ്റെ വേലയ്ക്ക് പോവുകയോ നിൻ്റെ കാര്യാദികൾ നോക്കിയോ വ്യർത്ഥ സംസാരത്തിൽ നേരം പോക്കുകയോ ചെയ്യാതെ വണ്ണം അതിനെ ബഹുമാനിക്കുകയും ചെയ്യുമെങ്കിലും എന്ത് ചെയ്യും? നീ യഹോവയിൽ പ്രമോദിക്കും, സന്തോഷമുണ്ടാകും. അതെ, ഞാൻ നിന്നെ ദേശത്തിലെ ഉന്നതങ്ങളിൽ വാഹനമേറ്റി ഓടുമാറാക്കുകയും നിൻ്റെ പിതാവായ യാക്കോബിൻ്റെ അവകാശം കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്യും എന്ന് യഹോവയുടെ വായല്ലോ അരുളി ചെയ്തിരിക്കുന്നത്. പ്രിയ ദൈവജനമേ, അതെ, ഇത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഒരു അടയാളമാണ് എന്ന് ഞാൻ മുമ്പേ പറഞ്ഞു. അതായത് എസെക്കിയേൽ പ്രവചനത്തിലാണ് പറയുന്നത്, ഞാൻ അവരെ വിശദീകരിക്കുന്ന യഹോവ എന്ന് അവരെ അറിയേണ്ടതിനും അത് എനിക്കും അവർക്കും തമ്മിലൊരു അടയാളമായിരിക്കാൻ തക്കവണ്ണം എൻ്റെ ശബ്ദങ്ങളെയും ഞാൻ അവർക്ക് കൊടുത്തു എന്ന് എസെക്കിയേൽ പ്രവചനം പറയുന്നുണ്ട്. പുതിയ നിയമത്തിലെ സംഭവത്തെക്കുറിച്ച് നാം ചിന്തിക്കാം. അതെ, യേശുവിൻ്റെ രീതി എന്തായിരുന്നു? അതേ, ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിൽ 16-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, അവൻ വളർന്ന നസറത്തിൽ വന്നു ശബത്തിൽ തൻ്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്നു വായിപ്പാൻ എഴുന്നേറ്റ് നിന്നു. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ പതിവ് എന്തായിരുന്നു? അത് ശബത്ത് തോറും പള്ളിയിൽ പോകുന്നൊരു പതിവുണ്ടായിരുന്നു. ആയതുപോലെയാണ് യേശുവിൻ്റെ അനുഗാമികളായിരിക്കും നാം ഓരോരുത്തരും ശബത്ത് തോറും എന്ത് ചെയ്യണം? പള്ളിയിൽ പോകണം. അല്ലെങ്കിൽ അന്നാണ് ദൈവത്തെ ആരാധിപ്പാനായിട്ട് നമുക്ക് നൽകിയിരിക്കുന്ന ദിവസം. അതേ, തൻ്റെ കാലഘട്ടത്തിൽ തന്നെ ക്രൂശിൽ തറച്ചതായ സാഹചര്യത്തിൽ തൻ്റെ ശിഷ്യന്മാരെന്ത് ചെയ്തു എന്ന് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ 23-ഉം 24-ഉം അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സുഗന്ധവർഗവും പരിമളതൈലവും ഒരുക്കി കൽപ്പന അനുസരിച്ചു ശബത്തിൽ സ്വസ്ഥമായിരുന്നു. അവർ ഒരുക്കിയ സുഗന്ധവർഗം എടുത്ത് ആഴ്ചവട്ടത്തിന് 1-ാം ദിവസം അധികാലത്തെ കല്ലറയ്ക്കലെത്തി. കാരണം ശബത്ത് സ്വസ്ഥമായിരിക്കുക എന്നുള്ളത് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു. അതുപോലെ തന്നെ അപ്പോസ്തലനായ പൗലോസിൻ്റെ ജീവിതചര്യകളിൽ നാം പഠിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തികൾ 13-14, 42, 44 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. അവരോ പെർഗയിൽ നിന്ന് പുറപ്പെട്ട് പിസിദ്യ ദേശത്തിലെ അന്ത്യോക്യയിലെത്തി ശബത്ത് നാളിൽ പള്ളിയിൽ ചെന്ന് ഇരുന്നു. അവർ പള്ളി വിട്ടു പോകുമ്പോൾ പിറ്റേ ശബത്തിൽ ഈ വചനം തങ്ങളോട് പറയണമെന്ന് അവർ അപേക്ഷിച്ചു. പിറ്റേ ശബത്തിന് ഏകദേശം പട്ടണം മുഴുവനും ദൈവവചനം കേൾപ്പാൻ വന്നുകൂടി. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, അതായത് പൗലോസിൻ്റെയും ജീവിത അനുഭവത്തിൽ എന്തായിരുന്നു? ശബത്ത് തോറും പള്ളിയിൽ പോകുന്ന ഒരു പതിവ് പൗലോസിനുണ്ടായിരുന്നു.
പൗലോസാണ് പ്രത്യേകിച്ച് പറയുമ്പോൾ വലിയ ഏറ്റക്കുറച്ചിലും റിഫോംസ് സമൂഹത്തിൽ ഉണ്ടാക്കിയത്. എന്നാൽ ഈ പൗലോസിൻ്റെ പതിവ് എന്തായിരുന്നു? ശബത്തിന് പള്ളിയിൽ പോവുക എന്നുള്ളതായിരുന്നു. അത് അപ്പോസ്തല പ്രവൃത്തികൾ 16 12 13 വാക്യത്തിൽ പ്രകാരം ഞാൻ വായിക്കുന്നു. ഇത് മക്കദോന്യരുടെ ആ ഭാഗത്ത് ഒരു പ്രധാന പട്ടണവും റോമക്കാർ കുടിയേറി പാർത്തുമാകുന്നു. ആ പട്ടണത്തിൽ ഞങ്ങൾ ചില ദിവസം പാർത്തു. ശബത്ത് നാളിൽ ഞങ്ങൾ ഗോപുരത്തിന് പുറത്തു പോയി. അവിടെ പ്രാർത്ഥന സ്ഥലം ഉണ്ടായിരിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചു. പുഴവക്കത്തിരുന്നു. അവിടെ വന്ന സ്ത്രീകളോട് സംസാരിച്ചു. അപ്പോൾ ഇത് പൗലോസിൻ്റെ ഒരു പതിവായിരുന്നു. 17-ാമത്തെ അധ്യായത്തിൽ അപ്പോസ്തല പ്രവൃത്തികളുടെ 2-ാമത്തെ വാക്യം വായിക്കുന്നത്, പൗലോസ് പതിവ് പോലെ അവരുടെ അടുക്കൽ ചെന്നു 3 ശബത്തിൽ തിരുവെഴുത്തുകളെ ആധാരമാക്കി അവരോട് വാദിച്ചു. അപ്പോൾ തൻ്റെ പതിവ്, ശിഷ്യന്മാരുടെ പതിവ്, അതുപോലെ തന്നെ പൗലോസിൻ്റെ പതിവ് എന്തായിരുന്നു? വീണ്ടും 18-ാമത്തെ അധ്യായത്തിൽ, എന്നാൽ ശബത്ത് തോറും അവൻ പള്ളിയിൽ സമ്പാദിച്ചു, യഹൂദന്മാരെയും യവനന്മാരെയും സമ്മതിപ്പിച്ചു. അതെ, വീണ്ടും 11-ാമത്തെ വാക്യം പറയുന്നത്, അങ്ങനെ അവൻ 1 ആണ്ടും 6 മാസവും അവരുടെ ഇടയിൽ ദൈവവചനം ഉപദേശിച്ചുകൊണ്ട് താമസിച്ചു. ഇതെവിടെയാണ്? തെസലോനിക്കയിലാണ്. അപ്പോൾ അവിടെ, അതുപോലെ കൊരിന്തിൽ, ഈ പറയപ്പെട്ട സ്ഥലങ്ങളിലൊക്കെയും പൗലോസിൻ്റെ പതിവ് എന്തായിരുന്നു? ശബത്ത് തോറും പള്ളിയിൽ പോവുക, അത് മറ്റുള്ളവരോട് യേശുവിനെക്കുറിച്ച് പറയുക, ഈ ഒരു കാര്യമാണ്. അതുപോലെ വെളിപാടുകാരനായ യോഹന്നാൻ, വെളിപാട് പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ 10-ാമത്തെ വാക്യം വായിക്കുന്നത്, കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. കർത്തൃ ദിവസം, കർത്താവിൻ്റെ ദിവസം ഏതാണ്? നാം പഠിച്ചു വന്നു. 6 ദിവസം കൊണ്ട് ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. 7-ാം ദിവസം സ്വസ്ഥമായിരുന്നു. അതായിരുന്നു കർത്താവിൻ്റെ ദിവസം. അല്ലാതെ ചിലർ പറയുന്നത് പോലെ ഞായറാഴ്ച അല്ല, അല്ലെങ്കിൽ 1-ാം ദിവസമല്ല, കർത്താവിൻ്റെ ഉയർപ്പ് ദിവസമല്ല, പിന്നെയോ കർത്തൃ ദിവസത്തിൽ അത് ദൈവത്തിൻ്റെ ദിവസമാണ്. ദൈവം എന്താണ് പറയുന്നത്? 6 ദിവസം അധ്വാനിച്ച് 7-ാം ദിവസം സ്വസ്ഥമായിരിക്കുക. ആ ദിവസം സൃഷ്ടിയുടെ സ്മാരകമായി നമുക്ക് നൽകിയിരിക്കുന്നതാണ്. ഇനി ഇവിടം കൊണ്ട് നാം അവസാനിക്കുന്നില്ല. പുതിയ ആകാശത്തും പുതിയ ഭൂമിയിലും നമ്മുടെ അനുഭവം എന്താണെന്ന് യെശയ്യാ പ്രവാചകൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് വായിക്കാം. യെശയ്യാ പ്രവചനം 66 23-ാമത്തെ വാക്യം. പിന്നെ അമാവാസി തോറും, അത് മാസത്തിൻ്റെ ആരംഭമാണ്, ശബത്ത് തോറും സകല ജഡവും എൻ്റെ സന്നിധിയിൽ നമസ്കരിപ്പാൻ വരും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. പ്രവാചകനിലൂടെ വരുവാനിരിക്കുന്ന കാലത്തെക്കുറിച്ച് പറയപ്പെട്ട കാര്യമാണ്. അതായത് ദൈവത്തിൻ്റെ ദിവസം എന്താണ്? ദൈവത്തിൻ്റെ 10 കൽപ്പനയിൽ ശബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്കുക. യെശയ്യാ പ്രവാചകൻ 58-ാമത്തെ അധ്യായത്തിൽ ഏതാണ് ദിവസം? 6 ദിവസം അധ്വാനിച്ചിട്ട് വേലയൊക്കെയും ചെയ്യുക. 7-ാമത്തെ ദിവസം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പതിവിനെക്കുറിച്ച് നാം വായിക്കുകയുണ്ടായി. ഇതൊക്കെയും നമ്മെ ചൂണ്ടിക്കാണിക്കുന്നത് ദൈവ ദിവസം, ദൈവം പറഞ്ഞിരിക്കുന്നതായ കൽപ്പനപ്രകാരം നൽകിയിരിക്കുന്നതായ ദിവസം. 6 ദിവസം അധ്വാനിച്ച് വേല ചെയ്യുക, 7-ാം ദിവസം സ്വസ്ഥമായിരിക്കുക എന്നുള്ളതാണ്. ഇനി എങ്ങനെയാണ് ശബത്ത് അനുസരിക്കേണ്ടത്? അതിന് ശബത്തിൻ്റെ ആരംഭം മുതൽ ആരംഭം എന്നാണ്, അവസാനം എന്നാണ്. അതിനെക്കുറിച്ചും രേഖപ്പെടുത്തിയിരിക്കുന്നത് ലേവ്യ പുസ്തകം 23-32-ാമത്തെ വാക്യം പറയുന്നത്, വൈകുന്നേരം മുതൽ പിറ്റേന്നാൾ വൈകുന്നേരം വരെ നിങ്ങൾക്ക് ശബത്തായിരിക്കണം. നമ്മുടെ ഇന്നത്തെ നാട്ടുമര്യാദ അനുസരിച്ച് ദിവസം ആരംഭിക്കുന്നത് പാതിരാത്രിയിലാണ്. എന്നാൽ വേദപുസ്തകപരമായിട്ട് ചിന്തിക്കുമ്പോൾ വൈകുന്നേരം മുതൽ വൈകുന്നേരം വരെയാണ്. സന്ധ്യയായി ഉഷസ്സുമായി 1-ാം ദിവസമെന്ന് സൃഷ്ടിയുടെ ആരംഭത്തിൽ നാം പഠിക്കുന്നുണ്ട്. ആയതുപോലെ തന്നെ ശബത്ത് ആരംഭിക്കുന്നത് വൈകുന്നേരത്താണ്. ആവർത്തന പുസ്തകം 16 3 വരുന്ന സന്ധ്യാസമയത്ത് നീ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട് നേരത്തെ തന്നെ സൂര്യൻ അസ്തമിക്കുമ്പോൾ പെസഹ അറക്കണം. വൈകുന്നേരം സൂര്യൻ അസ്തമിച്ച ശേഷം എന്നുള്ളത്, അല്ലെങ്കിൽ അസ്തമയ സമയമാണിത്, ഈവനിങ് ടു ഈവൻ. അതാണ് സാധാരണയായിട്ട് ഒരു ശബത്തിൻ്റെ പ്രാരംഭ മണിക്കൂറുകളായിട്ട് കരുതുന്നത്. അതുകൊണ്ടാണ് മിക്കവാറും നമുക്കറിയാം, യഹൂദന്മാരുടെ ഇടയിൽ പോവുകയാണെങ്കിൽ അവർക്ക് വെള്ളിയാഴ്ച വൈകുന്നേരം ആകുമ്പോൾ ശബത്തിനെ സ്വാഗതം ചെയ്യുന്നതായ ചില ആചാരങ്ങളൊക്കെ ഉണ്ട്. സെവൻത് ഡേ അഡ്വെന്റിസ്റ്റ് ചർച്ചിലുള്ളതായ വ്യക്തികളും വിശ്വസിക്കുന്ന എന്താണ്? വൈകുന്നേരം മുതൽ വൈകുന്നേരം, വെള്ളിയാഴ്ച വൈകുന്നേരം മുതൽ ശനിയാഴ്ച വൈകുന്നേരം വരെയാണ് ശബത്ത് എന്നുള്ളതാണ്. എന്നാൽ ശബത്തിനുള്ള തയ്യാറെടുപ്പ് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കണം. പുറപ്പാട് പുസ്തകം 16-23 ഞാൻ മുമ്പേ വായിച്ചതാണ്. അവൻ അവരോട്, അത് യഹോവ കൽപ്പിച്ചത് തന്നെ, നാളെ സ്വസ്ഥതയാകുന്നു. യഹോവയ്ക്ക് വിശുദ്ധമായുള്ള ശബത്ത്, ചുടുവാനുള്ളത് എന്ന് ചുടണം. അത് വെള്ളിയാഴ്ച തന്നെ. വെള്ളിയാഴ്ച ദിവസത്തിന് പ്രത്യേകിച്ച് പറയുമ്പോൾ അതിന് ഒരുക്ക ദിവസമെന്നാണ് പറയുന്നത്. ചുടുവാനുള്ള ചുടുവിൻ, പാകം ചെയ്യാനുള്ള പാകം ചെയ്യുവിൻ, ശേഷി നോക്കുകയും നാളത്തേക്ക് സൂക്ഷിച്ചു വെക്കുവിൻ.
ദൈവം പറഞ്ഞതുപോലെ ചെയ്യുവാൻ തക്കവണ്ണം. അതുപോലെ തന്നെ നാം സുവിശേഷങ്ങളിൽ വായിക്കുന്നുണ്ട്. എന്താണ്? ലൂക്കോസിൻ്റെ സുവിശേഷം 23 54 മുതൽ 56 വരെയുള്ള വാക്യങ്ങളിൽ ഗലീലയിൽ നിന്ന് അവനോടുകൂടെ പോകുന്ന സ്ത്രീകളും പിന്നാലെ ചെന്നു കല്ലറിയും അവൻ്റെ ശരീരവും വെച്ച വിധം കണ്ടിട്ട് മടങ്ങിപ്പോയി സുഗന്ധവർഗവും പരിമള തൈലവും ഒരുക്കി കൽപ്പന അനുസരിച്ചു ശബ്ബത്തിൽ സ്വസ്ഥമായിരുന്നു. അപ്പോൾ ശബ്ബത്തിൽ അവർ സാധാരണ ജോലികളൊന്നും ചെയ്യാറില്ല. അന്ന് സ്വസ്ഥമായിരിക്കുന്ന ഒരു സാവകാശമാണ്. അതെ, ഈ ശബ്ബത്തിനെക്കുറിച്ച് സൃഷ്ടി മുതൽ നാം ഇപ്പോൾ പഠിച്ചു വരികയാണ്. ശബ്ബത്ത് സൃഷ്ടിയുടെ ആരംഭത്തിൽ ഉണ്ട് എന്ന് എങ്ങനെ എനിക്ക് നിങ്ങൾക്കും അറിയാം? എങ്ങനെ അറിയാം? അതെ, യേശു ക്രിസ്തു ശബ്ബത്തിനെ ഐഡൻറ്റിഫൈ ചെയ്തിരുന്നു, മനസ്സിലാക്കിയിരുന്നു. അതുപോലെ ദൈവത്തിൻ്റെ 10 കൽപ്പന അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് ശബ്ബത്ത് ദിവസം 6 ദിവസം അധ്വാനിച്ച് വേല ചെയ്യുക, 7-ാം ദിവസം സ്വസ്ഥമായിരിക്കുക. അതുപോലെ യഹൂദന്മാരുടെ കലണ്ടർ അല്ലെങ്കിൽ അവരുടെ കലണ്ടർ നോക്കുകയാണെങ്കിൽ അത് ഒരു വാസ്തവമായിട്ട് കാണുവാൻ സാധിക്കും. അതിനൊരു മാറ്റമില്ല. എന്നും യഹൂദന്മാർ ശബ്ബത്ത് ആണ് അനുസരിക്കുന്നത്. 6 ദിവസം അധ്വാനിച്ച് 7-ാം ദിവസം സ്വസ്ഥമായിരിക്കുക എന്നുള്ളത് അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി തീർന്നിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് യഹൂദന്മാരുടെ കലണ്ടർ പരിശോധിക്കുകയാണെങ്കിൽ ഏത് ദിവസമാണ് ശബ്ബത്ത് എന്ന് പറയുവാൻ കൊണ്ട് സാധിക്കും. അതുപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ ഞായറാഴ്ച ആചാരക്കാരോട് ചോദിക്കുകയാണെങ്കിൽ അവർ പറയും ഉയർപ്പ് ദിവസമാണ് ഞങ്ങൾ ആരാധിക്കുന്നത്. ഉയർപ്പ് ദിവസം എന്നാണ്? അത് 1-ാം ദിവസമാണ്. ഒരു കലണ്ടർ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ 1-ാമത്തെ ദിവസം തുടങ്ങുന്നത് ഞായറാഴ്ചയാണ്. അത് ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി എന്ന് പറയുന്നത് 7-ാം ദിവസമാണ്. അത് ഞാൻ മുമ്പേ തന്നെ പറയുകയുണ്ടായി. അത് പുതുവാന ഭൂമിയിലുള്ളതായ തയ്യാറെടുപ്പും എന്താണെന്നുള്ളത്. അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസം നാം എന്ത് ചെയ്യണം? ശബ്ബത്തിന് വേണ്ടിയുള്ളതായ ഒരുക്കം എല്ലാം റെഡിയായിരിക്കണം. അതുപോലെ തന്നെ എല്ലാ കുടുംബത്തിലുള്ളവരെല്ലാവരും ഒത്തൊരുമിച്ച് ശബ്ബത്തിൻ്റെ ആരംഭ സമയത്ത് ഒരു പ്രാർത്ഥന നടത്തുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ശബ്ബത്തിനുള്ളതായ സമയം അനാവശ്യമായിട്ട് ഉപയോഗിക്കരുത്. അത് കിടന്നുറങ്ങുക അല്ലെങ്കിൽ അങ്ങനെ. എന്നാൽ ദൈവത്തിൻ്റെ വചനം പഠിക്കുക, വായിക്കുക, മറ്റുള്ളവരുടെ സുവിശേഷം പറയുക, രോഗികളെ പോയി സന്ദർശിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും നമുക്ക് ചെയ്യാം. കാരണം കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുവല്ലോ. മനുഷ്യന് നന്മയായുള്ളത് എന്താണ് നന്മ? അതെ, രോഗികളെ സൗഖ്യമാക്കുക, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അതുപോലെ ഭവന സന്ദർശനങ്ങൾ നടത്തുക. അതുപോലെ തന്നെ നമ്മുടെ സംസാരത്തിൽ വളരെയധികം സൂക്ഷിക്കണം. പിന്നെ പള്ളിയിൽ കണിശമായിട്ടും പോയിരിക്കണം. അതെ, ഒന്ന് പോയി കുർബാന അറ്റൻഡ് ചെയ്യുന്ന ഒരു പ്രവണതയല്ല. പിന്നെയോ ദൈവസന്നിധിയിലായിരുന്നുകൊണ്ട് തിരുവചനം പഠിക്കുകയും അതുപോലെ തന്നെ പ്രകൃതിയിൽ ദൈവം സൃഷ്ടിച്ചതായ പ്രകൃതിയെ ആസ്വദിക്കുകയും അതേ പ്രകൃതിയിൽ നിന്നും അനേക കാര്യങ്ങൾ നമുക്ക് പഠിക്കുവാനുണ്ട്. അതൊക്കെയും പഠിക്കുകയും ചെയ്യണം. അങ്ങനെ എന്ത് ചെയ്യണം? ആ ദിവസത്തെ ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു ദിവസമായിട്ട് നാം കരുതണം. അങ്ങനെ കരുതി അതിൻ്റെ അവസാനമായിട്ട് പ്രത്യേകിച്ച് ശബ്ബത്ത് അവസാനിക്കുന്ന നാഴികളിൽ കുടുംബാംഗങ്ങളെല്ലാം ഒത്തൊരുമിച്ച് കൂടി പാട്ടുപാടി ദൈവത്തിന് സ്തോത്രം പറയേണ്ടതായ ആവശ്യമുണ്ട്. അങ്ങനെ നാം ദൈവം പറഞ്ഞതുപോലെ ഒരുക്കമുള്ളവരായി, അതായത് ശബ്ബത്തിനെ അനുസരിക്കുന്നവരായി, ഇത് ദൈവത്തിൻ്റെ കൽപ്പനയാണ് എന്ന് മനസ്സിലായിക്കൊണ്ട് ജീവിക്കുന്നവരായിരിക്കാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ വാഴ്ത്തപ്പെട്ട ദൈവമേ, പരിശുദ്ധ നാമത്തിന് വീണ്ടും നന്ദിയോടെ സ്തോത്രം. ഇന്ന് അടിയങ്ങൾക്ക് 4 കൽപ്പനകളെക്കുറിച്ച് 4-ാമത്തെ കൽപ്പനയെക്കുറിച്ച് പഠിപ്പാൻ കർത്താവ് സഹായിച്ചു. അതേ തിരുവചനം അങ്ങനെ തന്നെയോ എന്ന് ബെരോയിലെ ക്രിസ്ത്യാനികൾ ചെയ്തതുപോലെ ഞങ്ങളും തിരുവചനം പരിശോധിച്ചുകൊണ്ട് അത് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി തീർക്കുവാൻ കർത്താവ് സഹായിക്കണം. സകല യേശുവിൽ കൂടി താഴ്മയായും വിനയമായി ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ.